ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് അങ്ങ് വശം കെട്ടുപോവുക. ഹല്ലേലൂയ. മറുപടി അങ്ങോട്ട് ലഭിക്കുന്നില്ല. പിന്നീട് ഹല്ലേലൂയ ഏതെങ്കിലും ദേവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുക. ദൈവത്തെയും കുറ്റം പറയുന്നു, അവരെയും കുറ്റം പറയുന്നു. പക്ഷെ അതല്ല. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ എന്ത് ചെയ്യണം? പ്രാർത്ഥനയായാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രത്തോടുകൂടി ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രത്തോടുകൂടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. യേശു ആ അപ്പം ഹല്ലേലൂയ കരത്തിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്തേ? നേരെ കൊടുക്കുവാണോ ചെയ്തേ? അല്ല. യേശു എന്ത് ചെയ്തു? ആ അപ്പവും ഹല്ലേലൂയ മീനും എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ അതിനെ വാഴ്ത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ അതിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം ചെയ്തെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നിന്റെ എന്ത് വിഷയമാണോ ആ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച സ്തോത്രത്തോടുകൂടി ആ ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ നിനക്കതിന്റെ മറുപടി ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേരെയാ പോഷിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നിശ്ചയം ഹല്ലേലൂയ ശേഷിപ്പും കൂടെ ദൈവം നൽകി. കർത്താവ് പറയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടിയിൽ നിനക്ക് ശേഷിപ്പ് നൽകാൻ പോവാ. ഇന്ന് ഹല്ലേലൂയ സാമ്പത്തിക വിഷയത്തിനകത്താണോ നീ പ്രാർത്ഥിക്കുന്നത്? നീ കടഭാരത്തിനകത്ത് നിൽക്കുകയാണോ? ഒരു രീതിയിൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ? ആരും നിന്നെ സഹായിക്കാനില്ലേ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കടം കാരണം ഹല്ലേലൂയ മുന്നോട്ട് ഒരു ചുവട് വെക്കാൻ പറ്റുന്നില്ലേ? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള വ്യക്തികളോട് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നീ ഈ വിഷയം സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് ഹല്ലേലൂയ അറിയിക്കുക. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ കടവും വീട്ടി നിനക്ക് ശേഷിപ്പും ദൈവം നൽകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വിശ്വസിച്ചോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വചനം അല്ലെങ്കിൽ ഒരു ദൂത് കേട്ടിട്ട് അന്നേരം ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ പോകുന്നവർക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല. നീ അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്ത് അതിന്റെ മേലുള്ള പ്രവൃത്തി ചെയ്താൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നൊരു ദൂത് കേട്ട് കഴിഞ്ഞാൽ ആ ദൂതിന് ഹല്ലേലൂയ അനുസരിച്ചുള്ള ആ ദൂതിനെ സ്വീകരിക്കുന്ന ഹല്ലേലൂയ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകണം. ഹല്ലേലൂയ. നിനക്കൊരു ഹല്ലേലൂയ നീ തലമുറയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം വിദേശത്തേക്ക് പോകണോ? അല്ലെങ്കിൽ തലമുറയുടെ ഹല്ലേലൂയ വിവാഹം നടക്കണോ? എന്ത് ചെയ്യണം? ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. ഇന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രവൃത്തിയും ചെയ്യണം. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കാണുമ്പം കർത്താവ് ഹല്ലേലൂയ മനസ്സിലാക്കും. ഹല്ലേലൂയ അവർക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെന്ന്. അതിനനുസരിച്ച് ദൈവം ഹല്ലേലൂയ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് അറിയാം. അവൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അവൾക്ക് സമൂഹത്തിന്റെ മധ്യത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും അവൾ വിശ്വസിച്ചു, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ വളരെ കഷ്ടപ്പെട്ട് ആ ജനത്തിന്റെ ഇടയ്ക്ക് ഹല്ലേലൂയ പുരുഷാരത്തിന്റെ ഇടയ്ക്ക് കൂടെ ചെന്ന് ഹല്ലേലൂയ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് അവൾക്ക് അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു. അവൾ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലിരിക്കുവാണെങ്കിൽ നടക്കുമോ? ഇല്ല. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തു. അതായത് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അവൾ എഴുന്നേറ്റ് യേശു പോകുന്ന അല്ലെങ്കിൽ യേശു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ പോയി. അതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ തലമുറയുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഭാരപ്പെടുന്നത്. എങ്കിൽ എന്ത് ചെയ്യണം? അവക്കൊരു വിവാഹ ഡ്രസ്സ് എടുത്ത് വെച്ച്, മകളാണെങ്കിൽ മകൾക്ക് വേണ്ടിയുള്ള വിവാഹ ഡ്രസ്സ്, മകനാണെങ്കിൽ ഹല്ലേലൂയ അവനു വേണ്ടിയുള്ള ഒരു വിവാഹ ഡ്രസ്സ് എടുത്ത് വെച്ച് വിശ്വാസത്തോടെ നീ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയെ ദൈവം മാനിക്കും. മനുഷ്യൻ നോക്കുമ്പോൾ ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥന നടക്കാത്തതുകൊണ്ട് അവർക്ക് എന്തോ അല്ലെങ്കിൽ അവനെന്തോ സംഭവിച്ചു എന്ന് മനുഷ്യർ പറയാം. പക്ഷേ ദൈവമാ നിന്റെ വിശ്വാസത്തെ കാണുന്നത്, നിന്റെ പ്രവൃത്തിയെ കാണുന്നത്. ഹല്ലേലൂയ. മനുഷ്യരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ വിശ്വാസത്തിന്റെ തക്ക പ്രവൃത്തിയെ ചെയ്യുക.